പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം 2020 ഡിസംബർ മാസം ആമേൻ 1-ാം തീയതി പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരുടെയും കണ്ണുകളൊക്കെ അടച്ച് കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ഈ രാത്രിയിൽ പോയ രാത്രി നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ ജയകരമായി നടത്തുന്ന നമ്മുടെ കർത്താവിന് കരങ്ങളെയൊക്കെ ഉയർത്തി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. കഴിഞ്ഞ 11 മാസക്കാലം നമ്മളെ പരിപാലിച്ച, സൂക്ഷിച്ച, അനർത്ഥങ്ങൾ അപകടങ്ങളിൽ നിന്ന് വിടുവിച്ച നമ്മൾ കർത്താവിന് ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു, ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വൻ കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് വലിയവനാകിയാൽ സ്തോത്രം, അങ്ങ് വിശ്വസ്തനാകിയാൽ സ്തോത്രം, അങ്ങ് മതിയായ ദൈവമാകിയാൽ സ്തോത്രം, ശ്രേഷ്ഠകരമായി അങ്ങ് ഞങ്ങളെ നടത്തുന്ന കർത്താവാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം പറയുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ 50-ാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ 14-ാം ഭാഗത്ത് പറയുന്നു, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് നേർച്ചകളെ കഴിക്കുക. അതിൻ്റെ 24-ാമത്തെ ഭാഗം പറയുന്നു, 23-ാമത്തെ ഭാഗം പറയുന്നു, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എൻ്റെ ഈ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുമിച്ച് ഈ 12-ാം മാസം സ്തോത്രത്തിൻ്റെ മാസമാക്കി മാറ്റണം. എല്ലാവരും കർത്താവിന് സ്തോത്രം പറഞ്ഞു. കഴിഞ്ഞ 11 മാസം നടത്തിയ ആ വലിയ വിടുതലുകൾ, അനുഗ്രഹങ്ങൾ, കർത്താവ് പരിപാലിച്ചതോർത്ത്, ആയുസ് തന്നതോർത്ത്, ആരോഗ്യം തന്നതോർത്ത് സ്തുതിക്കുന്ന ഒരു മാസമായിരിക്കണം ഇത്. മന്ത് ഓഫ് താങ്ക്സ് ഗിവിംഗ് ആയിരിക്കണം. ആമേൻ. 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ കർത്താവെ അങ്ങ് ചെയ്ത നന്മകൾക്ക് സ്തോത്രം. ഓരോന്ന് പറഞ്ഞ് പകലും രാവും എന്നില്ലാതെ, വ്യത്യാസമില്ലാതെ ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് സ്തോത്രം ചെയ്ത് സ്തോത്രം ചെയ്ത് മുന്നോട്ട് പോകാമെങ്കിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. പുതിയ വർഷം അനുഗ്രഹമായി പ്രവേശിക്കുവാൻ കഴിയും കേട്ടോ. അതുകൊണ്ട് സ്തോത്രം അർപ്പിക്കുന്ന മാസമായിരിക്കണം ഈ മാസം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരു മാസം ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ നടത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ 11 മാസക്കാലം ഞങ്ങളെ നടത്തിയ കർത്താവിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് സ്തോത്രം, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയകരമായി നടത്തുന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി അങ്ങയുടെ മഹത്വമായി ഈ ഭൂമിയിൽ നിൽക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് പകൽക്കാലം ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ജോലി സ്ഥലങ്ങളെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങ് ഇവരെ ആക്കി വെച്ചിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കുന്നു. എല്ലായിടത്തും ഇവരുടെ അനുഗ്രഹമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. രോഗബന്ധനമേ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. പൂർണ്ണ ആരോഗ്യം തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. പൂർണ്ണ സ്വസ്ഥത തന്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അത്ഭുതകരമായ വിടുതൽ കൊടുക്കണം. കൊറോണയാൽ ഭാരപ്പെടുന്നവരെ അതിനകത്തുനിന്ന് വിടുവിക്കണം. കർത്താവെ, മറ്റെന്തെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നവർ അവരുടെ രോഗത്തിന്റെ അവസ്ഥകളിൽ കർത്താവ് അവർക്ക് വിടുതൽ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അത്ഭുതം കർത്താവ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഏതവസ്ഥയ്ക്ക് മാറ്റം കൊടുക്കുവാൻ അങ്ങേക്ക് കഴിയും. മരിച്ച് അടക്കപ്പെട്ട് നാറ്റം വെച്ച ലാസറിനെ ആമേൻ അങ്ങ് ആ ശവക്കുഴിക്കകത്തുനിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാൻ അങ്ങേക്ക് കഴിഞ്ഞെങ്കിൽ കർത്താവെ, ഏതവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ അങ്ങേക്ക് കഴിയും. ഇന്ന് പകൽക്കാലം ഏത് സ്ഥിതി ആയിക്കോട്ടെ, രോഗത്തിൻ്റെ അവസ്ഥ എത്ര മൂർച്ഛിച്ചിരിക്കുന്ന അവസ്ഥയായിക്കോട്ടെ, ഇന്ന് പകൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇന്ന് പകൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. കർത്താവ് കൊടുത്ത എല്ലാ അത്ഭുതങ്ങൾക്കും വിടുതലുകൾക്കും ഒക്കെ ആയിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ കർത്താവെ അങ്ങയുടെ വരുത്തണം. ജോലിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരുണ്ടല്ലോ, കർത്താവെ ഇന്ന് പകൽക്കാലം അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് നന്ദി, അങ്ങയുടെ കൃപകൾക്ക് നന്ദി, അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇന്ന് പകൽക്കാലം നിന്റെ കുഞ്ഞുങ്ങളെ ഒരിക്കലൂടെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെ ഈ മാസം സ്തോത്രത്തിൻ്റെ മാസമാണ്. ദൈവത്തെ സ്തുതിച്ച് മുന്നോട്ട് പോകുന്ന മാസമാണ്. കംപ്ലൈൻറ്റ് പറയുന്ന മാസമല്ല, പിറുപിറുക്കുന്ന മാസമല്ല, പിന്നെയോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന മാസമായിരിക്കണം കേട്ടോ. 12-ാമത്തെ മാസം സ്തോത്രത്തിൻ്റെ മാസം, 12-ാമത്തെ മാസം സ്തോത്രത്തിൻ്റെ മാസം. എല്ലാവരും കർത്താവ് ചെയ്ത ഓരോ നന്മകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞു. പിന്നെ ഒന്നും പറയാൻ കിട്ടുന്നില്ലെങ്കിൽ കർത്താവെ ജീവനോടെന്നെ ശേഷിപ്പിച്ചല്ലോ ഈ മഹാമാരിയുടെ നടുവിൽ, അതിനായിട്ട് സ്തോത്രം എന്ന് പറയണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ 1-ാം തീയതി ആയതുകൊണ്ട് ഈ 12-ാമത്തെ മാസത്തിലേക്ക് ഒരു തീരുമാനമെടുക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ദൈവാത്മാവ് അങ്ങനെ ഒരു പ്രേരണ ഇന്നലെ വൈകിട്ടത്തെ ബൈബിൾ സ്റ്റഡിയുടെ സമയത്ത് തന്നതുകൊണ്ട് അത് ബൈബിൾ സ്റ്റഡിയിൽ വരാത്തവർക്കും ബൈബിൾ സ്റ്റഡി വന്നവർക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് പറയുക. 1-ാമത്തെ കാര്യം, 30 മിനിറ്റ് ഇന്ന് മുതൽ എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. 30 മിനിറ്റ്, അരമണിക്കൂർ, 30 മിനിറ്റ്സ് എല്ലാ ദിവസവും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അച്ചടിക്കപ്പെട്ട വേദപുസ്തകം വായിക്കണം. മൊബൈലിലുള്ള വായനയല്ല ഞാൻ പറഞ്ഞത്, അച്ചടിക്കപ്പെട്ട വേദപുസ്തകം നിങ്ങളുടെ കണ്ണുകൊണ്ട് നോക്കി 30 മിനിറ്റ് ഈ 31 ദിവസം വായിക്കണം. മറക്കരുത്. ഒരധ്യായം പഴയ നിയമത്തിൽ നിന്ന്, അല്ലെ 1-2 അധ്യായം പഴയ നിയമത്തിൽ നിന്ന്, ഒരധ്യായം സുവിശേഷങ്ങളിൽ നിന്ന്, ഒരധ്യായം ലേഖനങ്ങളിൽ നിന്ന്, ഒരധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന്, ഇങ്ങനെ വായിച്ച് 1-2 അധ്യായം വീതം വായിക്കാം. സങ്കീർത്തനത്തിൽ നിന്ന് ഒരധ്യായം വായിക്കാം, സദൃശവാക്യത്തിൽ നിന്ന് ഒരധ്യായം വായിക്കാം. അങ്ങനെ വായിച്ചു മുന്നേറണം. മറക്കരുത് കേട്ടോ. 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, തിരുവചനത്തിൽ നിന്ന് 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന് 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുക. അവിടെ പറയുക, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ കേട്ടോ. അപ്പം 2020 12-ാം മാസം അനുഗ്രഹിക്കുന്നവരായിരിക്കണം. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യരുത്. ആമേൻ. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. സദൃശവാക്യത്തിൽ എന്നാ പറഞ്ഞേ? 20:22, ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നിങ്ങൾ പറയരുത്. അപ്പം നമ്മുടെ ഉള്ളിൽ മറ്റൊരാളോട് ഒരു പ്രതികാരദാഹം ഉണ്ടാകല്ലേ. എന്നാലും അവൻ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, എന്നാലും അവരെന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചല്ലോ, അവർ മറ്റുള്ളവരോട് അങ്ങനെ പറഞ്ഞല്ലോ, ചെയ്തല്ലോ, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ല. ഈ 12-ാമത്തെ മാസം നമ്മുടെ ഹൃദയം നിറച്ച് സ്തോത്രമായിരിക്കണം. അപ്പം നമ്മളെക്കുറിച്ച് ആരെങ്കിലും ദോഷം ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യം ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് തിന്മ ചെയ്തു എങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി എന്നാന്ന് ചോദിച്ചാൽ അതിന് പകരം നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയുക, ആ വിഷയം കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക. ആമേൻ. അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ്, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മളെ വിളിച്ചത് എന്തിനാ? നമ്മളെ വിളിച്ചത് അനുഗ്രഹം അനുഭവിപ്പാനാണ്. നമുക്കിട്ട് ദോഷം ചെയ്യുന്നവരെ അതിനല്ല വിളിച്ചത്. അപ്പം നമുക്കൊരു ബോധം വേണം, ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ആരുടെയെങ്കിലും അനുഗ്രഹത്തെക്കുറിച്ച് പറയാനോ പ്രസംഗിക്കാനോ അല്ല, കർത്താവിൻ്റെ അനുഗ്രഹം അനുഭവിച്ച് ജീവിപ്പാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. അതെപ്പോഴും ഒരു ദൈവ പൈതൽ തിരിച്ചറിയണം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാണോ? നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ അനുഗ്രഹം കാണണമെന്നല്ല, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കണമെന്ന്. തിരുവചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ. അപ്പം ദൈവിക സമാധാനം കാണാനല്ല, അനുഭവിക്കാനാണ് വിളിച്ചത്. ദൈവിക സന്തോഷം കാണാനല്ല, അനുഭവിക്കാനാണ് വിളിച്ചത്. ദൈവിക സ്വസ്ഥത കുറിച്ച് കേൾക്കുവാനല്ല, അവൻ ദൈവിക സ്നേഹത്തെക്കുറിച്ച് കേൾക്കുവാനല്ല, ഇതൊക്കെ അനുഭവിക്കുവാനാണ് വിളിച്ചത്. ദൈവിക സമൃദ്ധി അനുഭവിക്കാൻ വിളിച്ചവരാ, ദൈവത്തിൻ്റെ നിറവെല്ലാം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ. അപ്പം ഈ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടു എന്ന ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ട് പറയുക, നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. അപ്പോൾ അനുഗ്രഹിക്കുക എന്നുള്ള പദത്തിൻ്റെ ആംപ്ലിഫൈഡ് പറയുന്നത് അവരുടെ വെൽഫെയറിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് സന്തോഷം ലഭിക്കാൻ പ്രാർത്ഥിക്കണം, അവർക്ക് സംരക്ഷണം ലഭിക്കാൻ പ്രാർത്ഥിക്കണം. ആര്? നമുക്ക് ദോഷം ചെയ്തവർ, നമുക്കെതിരെ സംസാരിച്ചവർ, നമ്മുടെ പിറകിൽ നിന്ന് കുത്തിയവർ, ആമേൻ, നമ്മളെ ചതിച്ചവർ, വഞ്ചിച്ചവർ, ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് ദോഷം വരാനല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കുന്നതിനകത്ത് അവർക്ക് വേണ്ടി എന്തൊക്കെ പ്രാർത്ഥിക്കണം? ഒന്ന്, അവരുടെ ടോട്ടൽ വെൽഫെയർ ആയിരിക്കണം. അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, അവരുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം, കർത്താവേ അവർക്ക് സന്തോഷം ഉണ്ടാകണം, കർത്താവേ അവർക്ക് സ്വസ്ഥത ഉണ്ടാകണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ അവരെ സംരക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം.
അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ പ്രാർത്ഥിക്കണം. ഇങ്ങനെ 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ എന്തായി മാറുന്നത്? അവരെ അനുഗ്രഹിക്കുന്നവരായി മാറുന്നത്. അപ്പോൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. പിന്നെ 10ാമത്തെ ഭാഗം പറയാം, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 12ാം മാസം ദൈവിക ജീവൻ കാണാൻ, ദൈവിക ശുഭകാലം അല്ലെങ്കിൽ ഗുഡ് ഡേയ്സ് കാണാൻ ആഗ്രഹിക്കുന്നവർ, നല്ല ദിവസങ്ങൾ ജീവിതത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആമേൻ, വരും ദിവസങ്ങൾ ശ്രേഷ്ഠമായ ദിവസങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, വരും ദിവസങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, വരും ദിവസങ്ങൾ ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അവിടെ പറയുന്നു, ഇച്ഛിക്കുകയും ചെയ്യുന്നവർ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. ഇത് നമ്മുടെ ഒരു ഈ 12ാം മാസത്തിൻ്റെ ഡിസിഷൻ ആയിരിക്കണം. എന്താണ്? ഞാൻ ദോഷം ചെയ്യാതെ, എൻ്റെ നാവ് കൊണ്ട് ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യരുത്. നാവ് കൊണ്ട് കത്തി കുത്തുന്നത് പോലെ കുത്താൻ പറ്റും. നാവ് കൊണ്ട് നമുക്ക് ഒരാളെ മറിച്ചിടാൻ പറ്റും. നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരാളെ ഇടിച്ചു താഴ്ത്താൻ പറ്റും. നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് അവരെ എന്നേക്കുമായി വേദനിപ്പിക്കാൻ പറ്റും. അവരെ ഒരിക്കലും ഉയരാൻ കഴിയാത്ത വിധത്തിൽ അവരെ അടിച്ചു താക്കാൻ പറ്റും. ഇതെല്ലാം നാവ് കൊണ്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ദോഷം ചെയ്യാൻ പാടില്ല. ഉറക്കെ പറഞ്ഞാണ്ട് ദോഷം. ആമേൻ. ആർക്കും നമ്മുടെ നാവ് ഒരു വേദനയാകരുത് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ നാവ് ആർക്കും ഒരു വേദനയാകരുത്. നമ്മുടെ വാക്കുകൾ ആർക്കും ഒരു വേദനയാകരുത്. നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞെന്നറിയുമ്പോൾ അവർക്കൊരു വേദനയാകരുത്. നമ്മുടെ നാവ് കൊണ്ട് ദോഷം ചെയ്യരുത്, ദോഷം ചെയ്യരുത്, ദോഷം ചെയ്യരുത്. ഈ മാസം ദൈവം അനുഗ്രഹിക്കുന്ന മാസമാണ്. യു ആർ ഗോയിങ് ടു സീ ദ ഗുഡ് ഡേയ്സ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ നല്ല ദിവസങ്ങൾ, ശുഭദിനങ്ങളെ കാണാൻ പോകും. അതുകൊണ്ട് നാവിനെ ഒന്ന് കടിഞ്ഞാണിടേണ്ട ആവശ്യമുണ്ട്. ഒന്നാമത് രാവിലെ തന്നെ നാവിൻ്റെ മേലെ കടിഞ്ഞാൻ വന്ന് വീഴട്ടെ. ദോഷം ചെയ്യാതെ തന്നെ നാവിനെയും വ്യാജം പറയാതെ ആമേൻ അധരത്തെ അടക്കിക്കൊള്ളട്ടെ. വ്യാജം പറയല്ലേ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് ആരെയും വേദനിപ്പിക്കാനും വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തുവാനും ഒന്നിനും പോകരുത്. 11ാമത്തെ ഭാഗം പറയാം, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യുക. ദോഷം എന്ത് ചെയ്യണം? ദോഷം വിട്ടകന്നേക്കണം, സമാധാനം പിന്തുടർന്നേക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാരണം ആർക്കൊരു വേദന ഈ മാസം ഉണ്ടാകില്ല. നമ്മൾ ആരെയും അവരെ താഴ്ത്താനും അവരെ അപമാനിക്കാനും അവർക്ക് ദോഷം പറയാനും പോകരുത്. അവരുടെ കഥ പറഞ്ഞ് നടക്കാൻ നമ്മൾ പോകരുത്. നമ്മൾ ഈ മാസം എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ ആരാധിച്ച് കർത്താവ് എന്നെ നടത്തി. ഇതൊന്നും എനിക്ക് കേൾക്കാൻ സമയമില്ല, ഇതൊന്നും പറയാൻ എനിക്ക് സമയമില്ല. കാരണം എൻ്റെ കർത്താവ് എന്നെ കഴിഞ്ഞ 11 മാസം നടത്തി. ഈ 12ാം മാസം സ്തുതിക്കാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുമ്പോൾ എൻ്റെ നാവ് പാപം ചെയ്യാതെ ഞാൻ സൂക്ഷിക്കുമെന്നൊരു തീരുമാനമെടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തണം കേട്ടോ. 2 കാര്യങ്ങളാണ് ഈ പുതിയ മാസം തീരുമാനം. ഒന്ന്, അരമണിക്കൂർ ബൈബിൾ വായിക്കും, 30 minutes ബൈബിൾ റീഡിങ്. 2ാമത്തെ കാര്യം, എൻ്റെ നാവ് കൊണ്ട് ദോഷവും ചെയ്യത്തില്ല. എൻ്റെ നാവ് കൊണ്ട് ആമേൻ എന്ത് ചെയ്യില്ല? ദോഷം ചെയ്യാതെ നാവിനെ വ്യാജവും പറയത്തില്ല. ഞാൻ എന്ത് ചെയ്യുന്നവനായിരിക്കും? എനിക്കെതിരെ ആരെങ്കിലും ദോഷം ചെയ്താൽ ഞാൻ അവരെ അനുഗ്രഹിക്കും, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിലിരിക്കുന്ന വ്യക്തിയായിരിക്കും. ഇങ്ങനൊരു തീരുമാനത്തോടെ നമുക്ക് 2020 അവസാനത്തെ മാസത്തിലേക്ക് പ്രവേശിക്കാം. ആ കൈകളെ ഒന്ന് നെഞ്ചത്തോട്ട് വെച്ച് അങ്ങനെ ഒരു തീരുമാനമെടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ 30 മിനിറ്റ് ബൈബിൾ വായിക്കുവാനും നാവിൻ്റെ മേൽ കടിഞ്ഞാണിടാനും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി എളിയവൻ അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അതിനുള്ള അഭിഷേകം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നാവ് അഗ്നിനാവായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ നാവ് അങ്ങയുടെ നാവായി മാറട്ടെ. അങ്ങയുടെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് ഉപയോഗിക്കുവാൻ തക്കവണ്ണം കർത്താവ് തീർക്കുന്ന കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ മാനിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. We are shining. We are shining. We are shining by the power of Holy Spirit. God bless you. God bless you. God bless you. അപ്പം 12ാം മാസം സ്തോത്രത്തിൻ്റെ മാസം. 12ാം മാസം 2 തീരുമാനങ്ങൾ. 1, 30 മിനിറ്റ് ബൈബിൾ വായിക്കും. 2, നാവിൻ്റെ മേൽ കടിഞ്ഞാൻ കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.